സഹോദരി ഭർത്താവ് ജിതിനാണ് ഒപ്പം ഉള്ളത്. ജിതിൻ, ഇന്ന് രാവിലെ ജിതിൻ അവിടെയുണ്ട്. ഇന്ന് നമ്മൾ 8 ദിവസം നമ്മളിവിടെ നിൽക്കായിരുന്നു, ഒന്നും കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ ശുഭകരമായ വാർത്തയാണോ എന്നറിയില്ല, പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് ഇത്രയും ദിവസം കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ പറ്റിയത് നാളെ വണ്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലെ വണ്ടിയാണെങ്കിൽ നാളെ തന്നെ അത് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. നാളെ നോക്കാം, ദൈവം എന്താണോ എങ്ങനെയാണോ നമുക്ക് അർജുനെ തരുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കും. 9 ദിവസമാണ്, അപ്പോൾ ആ തിരിച്ചറിവൊക്കെ നമുക്കുണ്ട്, ഉറപ്പായും ഉണ്ട് അല്ലേ? അതെ, നമ്മൾ അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതെ, നമുക്ക് എങ്ങനെ അറിയില്ല. ജിതിൻ, ഇന്ന് പുഴയിൽ വലിയ ഒഴുക്കാണ്, അപ്പോൾ ഇന്നേക്കൊന്ന് രാത്രിയോടുകൂടി മൈൻഡപ്പ് ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ, നാളെ പിന്നെ തുടങ്ങുള്ളൂ അല്ലേ? അതെ, അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് 11 മണി വരെ വർക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നാളെ പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാലാവസ്ഥ ഒരു തടസ്സമുണ്ട്, പുഴയിൽ ഒഴുക്ക് കൂടുതലാണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നാളെ നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. ഹോപ്പിംഗ് ആൻഡ് ഹോപ്പ് എന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയാത്തതിനെ പ്രതീക്ഷിക്കുക എന്നൊരു വാക്കുണ്ട്. നമുക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി നാളെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എല്ലാം കേരളത്തിനൊന്നാകും. കാര്യം വലിയ പ്രാർത്ഥന അർജുന് വേണ്ടി കേരളത്തിലെമ്പാടും വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും വരുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാമല്ലേ? അതെ, പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം, അതാ പറയാനുള്ളത്. താങ്ക് യു ജിതിൻ. അപ്പോൾ ജിതിൻ ഇന്നിന് ഉള്ളിൽ പോയിരുന്നു. ഈ എൻ്റർ പ്രൊസീജിയർ മൊത്തം കണ്ട ആളാണ്. കേരളത്തോട് ജിതിന് പറയാനുള്ളത് പ്രാർത്ഥിക്കൂ കേരളമേ എന്നാണ് പറയാനുള്ളത്. നാളെ ഏറ്റവും നിർണായക ദിവസമാണ്. നമുക്ക് ജിതിൻ്റെ അർജുൻ്റെ സഹോദരൻ ഇവിടെയുണ്ട്. സഹോദരൻ്റെ മുഖത്തുനിന്ന് വായിച്ചാൽ, ജിതിൻ്റെ മുഖത്തുനിന്ന് വായിച്ചാൽ നാളെ ഉണ്ടാകാൻ വരുന്ന വാർത്തയുടെ വല്ലാത്ത ഉത്കണ്ഠയും വല്ലാത്ത ആകാംക്ഷയും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാം. നമുക്കെല്ലാം ഉണ്ടല്ലോ വിജയകുമാർ, അത് ആ കുടുംബത്തിന് മാത്രം വേദനയോ ആ കുടുംബത്തിന് മാത്രം ആകാംക്ഷയോ ഉൾക്കൊണ്ടയോ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ആകാംക്ഷയും ഇടനെഞ്ചിലും നീറ്റിലും ഒക്കെയാണ് ഈ പറയുന്ന അർജുൻ നാളെ എങ്ങനെയാകും എന്നുള്ള അവസ്ഥ. എന്തായാലും നാളെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. നാളെ ആ മിഷൻ അർജുൻ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണ്. നാളെ ഏത് വിധേനയും ആ ലോറി കരയിൽ നിന്ന് പുറയിലേക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയുന്നു.